ഹൈ ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ ഡേ 3 ഓഫ് വർക്കൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് വിശേഷങ്ങൾ ഞാനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏത് വർക്കൗട്ടാണ് ചെയ്യാൻ പോകണമെന്ന് നമ്മുടെ ആശാൻ വന്നിട്ട് തീരുമാനിച്ചതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ആശാനെ, യെസ് ബോസ്. നമ്മൾ വർക്കൗട്ട് ഏതാ? ഇവിടുന്ന് ഷോൾഡറാണ്. ഓക്കെ ശരി, ഓക്കെ തുടങ്ങാം. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് വർക്കൗട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ വാമപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വർക്കൗട്ടിന് മുമ്പേ വാമപ്പ് ചെയ്തിട്ടേ നമ്മൾ ഏത് വർക്കൗട്ടിലോട്ടും കിടക്കാവൂ. കാരണം ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേരെ വന്ന് വെയിറ്റ് ഇട്ട് അപ്പോഴേ അടി തുടങ്ങും. അത് ആക്ച്വലി നല്ലൊരു ശീലമല്ല. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേയും പക്ക ഒരു വാമപ്പ് നമ്മളെ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു വാമപ്പ് കറക്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു വർക്കൗട്ടിനും കയറാവൂ. അതിനി ഒരു മാസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഇനി 2 ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഈ ഒരു ശീലം നമ്മൾ കമ്പൾസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആശാൻ്റെ കുറേ വാമപ്പ് വർക്കൗട്ട്സ് ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വാമപ്പ് വർക്കൗട്ട്സ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഷോൾഡർ വർക്കൗട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമിതമായ വെയിറ്റ് ഇട്ടുകൊണ്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കറക്റ്റ് എനിക്ക് കുറേ നാൾ വർക്കൗട്ട് മിസ്സായതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ഫോം റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ വെയിറ്റിൽ കറക്റ്റ് ഫോമിൽ കറക്റ്റ് വർക്കൗട്ട് കറക്റ്റ് പാർട്ടിന് കൊടുത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പം അമിതമായ വെയിറ്റ് ഇട്ട് ഒരു പാർട്ടിന് കളിച്ചെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. വെയിറ്റ് കുറച്ചിട്ട് കളിക്കുന്ന പാർട്ടിന് കറക്റ്റ് കളി നമ്മൾ കളിച്ചാൽ നമ്മളെ മസിൽ ബിൽഡായി വരത്തുള്ളൂ. ആക്ച്വലി ഈ ഫിറ്റ്നസ് എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ഫിറ്റായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ എത്രത്തോളം ഫിറ്റായിരിക്കുമോ അത്രത്തോളം നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് അത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലതരം അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മാറി നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫിറ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ബൈ പ്രൊഫഷണലി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ കുറേ തവണ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇരുന്നാൽ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ട്രാക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്.
കാരണം സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ സംഭവിച്ച് എൻ്റെ വർക്കൗട്ട് കാര്യങ്ങൾ മിസ്സാകുമായിരുന്നു. എന്തായാലും ഇത്തവണ ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യും എന്ന വാശിയിൽ തന്നെയാണ്. അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രവീൺ ചേട്ടനാണ്. കാരണം പുള്ളിയുടെ ഗൈഡൻസിലാണ് ആക്ച്വലി കുറേ കാര്യങ്ങളിൽ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ കറക്റ്റ് ട്രാക്കിൽ ഡെയിലി ഒരു ദിവസം പോലും മിസ്സാക്കാണ്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി എനിക്കിപ്പോൾ ഒരു 2 വീക്സോളം മിസ്സായി. കാരണം ബിക്കോസ് എനിക്ക് പനി പിടിച്ച് ആകെ സീനായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ തിരിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യും എന്നുള്ള വാശിയിലാണ്. പിന്നെ ഇതാ എൻ്റെ ആശാനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആശാൻ അടിപൊളിയാണ്. ആശാൻ നമ്മൾ ഈ വീട്ടിലൊക്കെ അമ്മമാരുടെയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ അമ്മമാരുടെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ആശാൻ്റെ തന്നെ ഓൺ കുറേ വർക്കൗട്ടുകളുണ്ട്. പുള്ളി തന്നെ കണ്ടുപിടിച്ച കുറേ വർക്കൗട്ടുകളുണ്ട്. ആക്ച്വലി അത് നൈസാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് എൻ്റെ ബോഡിയിൽ കിട്ടുന്നുമുണ്ട്. പുള്ളിയുടേതായ കുറച്ച് വർക്കൗട്ട് രീതികളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ പുള്ളി കണ്ടുപിടിച്ച കുറേ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ എന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് കറക്റ്റ് പാർട്ടിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി എൻ്റെ വർക്കൗട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വലിയ വർക്കൗട്ടുകളിലോട്ടൊന്നും കടന്നു തുടങ്ങിയിട്ടില്ല. കാരണം ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഫോമിലോട്ടും നമ്മുടെ കുറേ പൊസിഷനും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു നോർമൽ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്തു പോകുന്നത്. തുടരെ പോകും തോറും നമ്മുടെ വർക്കൗട്ടിൻ്റെ രീതികൾ മാറ്റും, വെയിറ്റ് മാറ്റും, കണ്ടീഷൻ മാറ്റും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം ഞാൻ ഈ വീഡിയോസിലൊക്കെ ആഡ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ജിമ്മിൽ വരാനും ജിമ്മിൽ വന്ന് അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വരാം. നമ്മുടെ ശ്രീമൂലം ക്ലബിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ജിമ്മ്. ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി നിങ്ങളെ കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് കുറേ നാൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പം കണ്ടൻറ്റ് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊരു വലിയ കണ്ടൻറ്റായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ പോലും എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് പോലെ ഇടാം എന്നുള്ളൊരു സംഭവം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതോ ഒരു ഷോ ആയിട്ട് കാണിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ 2 ദിവസം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവൻ ഷോ തുടങ്ങിയോ എന്നുള്ളൊരു ചിന്തകളൊക്കെ വരും ഇത് കാണുന്ന പലർക്കും. പക്ഷേ എനിക്ക് ആക്ച്വലി പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റിലാണ്. ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഫൈനൽ സെറ്റാണിത്. അത്യാവശ്യം ഇന്ന് നല്ല രീതിയിലുള്ള വർക്കൗട്ടുകൾ തന്നെയാണ് ചെയ്തത്. പ്രവീൺ ചേട്ടൻ നല്ല രീതിയിലുള്ള വർക്കൗട്ട്സാണ് എനിക്ക് തന്നത്. അതിൻ്റെ ഒരു പിടുത്തം എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ വർക്കൗട്ട് നൈസായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡേ 3യുടെ വർക്കൗട്ട് നമ്മൾ നൈസായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇത് ലാസ്റ്റ് സെറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെയാണ് എൻ്റെ വർക്കൗട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വർക്കൗട്ട് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഫ്രം അനന്തു ഷീജ.